കൽപ്പറ്റയിൽ നിന്ന് അമ്പലവയലിൽ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മീനങ്ങാടി കഴിഞ്ഞിട്ടുണ്ട്, 54 റോഡിലേക്ക് കയറി, 54 തിരിഞ്ഞിട്ട് അമ്പലവയൽ റോഡിലേക്ക് കയറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ വയനാട്ടിലാണ് അമ്പലവയലാണ്. എന്താണ് നമ്മുടെ ഫാൻറ്റം റോക്ക്, എടക്കൽ ഗുഹ പോലുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. എല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പോകുന്ന വഴിയിൽ മഴയുള്ള കാരണം ഭംഗിയുള്ള സ്ഥലങ്ങൾ അധികമൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലവയലിൽ ഏകദേശം അമ്പലവയലിൽ എത്താനായിട്ടുണ്ട്. നമ്മൾ ടൗണിലേക്ക് കയറുകയാണ്. ആ ടൗണിലേക്ക് കയറിയിട്ട് ഇടത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ആയിരംകൊല്ലി, നമ്മുടെ എന്നുവെച്ചാൽ ആയിരംകൊല്ലി നമ്മുടെ എടക്കൽ ഗുഹയിലേക്കൊക്കെ പോകുന്ന ജംഗ്ഷനിൽ അവിടുന്ന് തിരിഞ്ഞിട്ടാണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ വലിയ മുറ്റമാണ്, 10 സെൻറ്റ് കുറേ മുറ്റം നമ്മുടെ ഏരിയ ഉണ്ട്. അതുപോലെ 1300 സ്ക്വയർ ഫീറ്റ് വീടും. ഏകദേശം ഈ ഗേറ്റിന് അവർ പറഞ്ഞ ഏകദേശം 60,000 രൂപ ചിലവും. അത്രയും നല്ല ഗേറ്റാണ്, അത്രയും പെർഫെക്റ്റായിട്ട് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുറ്റും നല്ല അടച്ചുറപ്പോടു കൂടി ചെയ്തൊരു വീടാണ്. ഈ ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമായിട്ടുള്ള സാധനമാണ്. കാരണം അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ അത്രയും സുന്ദരമാണ്. ഇത് നമ്മൾ വീടിനകത്തേക്ക് കയറിയതാണ്. അകത്ത് നമ്മുടെ ഹാള് കഴിഞ്ഞു. ഹാള് ഇവിടെ 4 റൂമാണ് മൊത്തം ഉള്ളത്. ഈ വീട്ടിൽ 2 റൂം അറ്റാച്ച്ഡും 2 റൂം പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്ത 2 റൂമാണ്. ഇത് അറ്റാച്ച്ഡ് റൂമാണ്. ഒന്ന് ബാത്റൂമൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടൈൽസ്, നല്ല വൃത്തിയിൽ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ട ഒരാളാണ്. അപ്പോൾ ഇത് ആദ്യത്തെ റൂം, ഇത് 2ാമത്തെ റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 2ാമത്തെ റൂമിന് നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പം സാധാരണ ഉണ്ടാകുന്ന റൂമിനേക്കാളും വലുത് റൂമാണ്. നമ്മൾ അടുത്തത് അറ്റാച്ച്ഡ് അല്ലാത്ത, ഇത് ബാത്റൂം ഇല്ലാത്ത റൂമാണ്. 2 റൂം ബാത്റൂമുള്ള, 2 റൂം ബാത്റൂം ഇല്ലാത്തതാണ്. പിന്നെ ഇത് അതിൽ 3ാമത്തെ റൂമാണ്. ഇത് ഇനി നമ്മൾ 4ാമത്തെ റൂം. ഇത് 4ാമത്തെ റൂം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ റൂമുകളാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതാണ് ആ കോമൺ ബാത്റൂം. കോമൺ ബാത്റൂമിൻ്റെ പ്രത്യേകത ക്ലോസറ്റ് കാണുന്നു, പെട്ടെന്ന് ഒരു കാണാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ട് ചെയ്യാൻ ഇതാണ് ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈൽസൊക്കെ വളരെ സുന്ദരമായിട്ടില്ല. നമ്മൾ അടുക്കള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അത് ഗ്രാനൈറ്റ് ഉൾപ്പെടെയുള്ള കോസ്റ്റ്ലി ഐറ്റംസും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുക്കള വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ബേബി മെറ്റലിട്ട് ചളിയൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചുറ്റുമതിൽ വളരെ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് ചുറ്റുമതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നില്ല. പിന്നെ ആ ചെറിയൊരു ഏരിയ പച്ചക്കറിയൊക്കെ നടുന്ന രീതിയിൽ. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നാണ് മുറ്റം. വളരെ വലിയ മുറ്റം, ഒരു 5-6 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലേക്കുള്ളൊരു മുറ്റമാണ്. ഹോം സ്റ്റേക്കൊക്കെ പറ്റിയതാണെന്ന് പറയാൻ കാരണം അമ്പലവയലിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് 2 സൈഡും എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഭംഗി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അത്രയും സുന്ദരമായിട്ട് കാഴ്ചയാണ്. ഇത് ഉച്ചയ്ക്കായതുകൊണ്ട് അത്ര വ്യൂ ഇല്ല എങ്കിലും. അപ്പോൾ മറക്കരുത്, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. ചുറ്റുമതിലും ഇൻ്റർലോക്കാണ്. ഇതാണ് വീട് ഒരുക്കി കൂടി. ഓക്കെ, താങ്ക് യു. നമ്മളിന്ന് കൽപ്പറ്റയിൽ നിന്ന് അമ്പലവയലിൽ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മീനങ്ങാടി കഴിഞ്ഞിട്ടുണ്ട്, 54 റോഡിലേക്ക് കയറി, 54 തിരിഞ്ഞിട്ട് അമ്പലവയൽ റോഡിലേക്ക് കയറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ വയനാട്ടിലാണ് അമ്പലവയലാണ്. എന്താണ് നമ്മുടെ ഫാൻറ്റം റോക്ക്, എടക്കൽ ഗുഹ പോലുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. എല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പോകുന്ന വഴിയിൽ മഴയുള്ള കാരണം ഭംഗിയുള്ള സ്ഥലങ്ങൾ അധികമൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലവയലിൽ ഏകദേശം അമ്പലവയലിൽ എത്താനായിട്ടുണ്ട്. നമ്മൾ ടൗണിലേക്ക് കയറുകയാണ്. ആ ടൗണിലേക്ക് കയറിയിട്ട് ഇടത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ആയിരംകൊല്ലി, എന്നുവെച്ചാൽ ആയിരംകൊല്ലി നമ്മുടെ എടക്കൽ ഗുഹയിലേക്കൊക്കെ പോകുന്ന ജംഗ്ഷനിൽ അവിടുന്ന് തിരിഞ്ഞിട്ടാണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ വലിയ മുറ്റമാണ്, 10 സെൻറ്റ് കുറേ മുറ്റം നമ്മുടെ ഏരിയ ഉണ്ട്. അതുപോലെ 1300 സ്ക്വയർ ഫീറ്റ് വീടും.
ഏകദേശം ഈ ഗേറ്റിന് അവർ പറഞ്ഞ ഏകദേശം 60,000 രൂപ ചിലവ് വന്നു. അത്രയും നല്ല ഗേറ്റാണ്, അത്രയും പെർഫെക്റ്റായിട്ട് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചുറ്റും നല്ല അടച്ചുറപ്പോടു കൂടി ചെയ്തൊരു വീടാണ്. ഈ ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമായിട്ടുള്ള സാധനമാണ്. കാരണം അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ അത്രയും സുന്ദരമാണ്. ഇത് നമ്മൾ വീടിനകത്തേക്ക് കയറിയതാണ്. അകത്ത് നമ്മുടെ ഹാള് കഴിഞ്ഞു. ഹാള് ഇവിടെ 4 റൂമാണ് മൊത്തം ഉള്ളത്. ഈ വീട്ടിൽ 2 റൂം അറ്റാച്ച്ഡും 2 റൂം പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്ത 2 റൂമാണ്. ഇത് അറ്റാച്ച്ഡ് റൂമാണ്. ഒന്ന് ബാത്റൂമൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടൈൽസ്, നല്ല വൃത്തിയിൽ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ട ഒരാളാണ്. അപ്പോൾ ഇത് ആദ്യത്തെ റൂം, ഇത് 2ാമത്തെ റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊണ്ട് 2ാമത്തെ റൂമിന് നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പം സാധാരണ ഉണ്ടാകുന്ന റൂമിനേക്കാളും വലുത് റൂമാണ്. ഇത് നമ്മൾ അടുത്തത് അറ്റാച്ച്ഡ് അല്ലാത്ത, ഇത് ബാത്റൂം ഇല്ലാത്ത റൂമാണ്. 2 റൂം ബാത്റൂമുള്ള 2 റൂം ബാത്റൂം ഇല്ലാത്തതാണ്. പിന്നെ ഇത് അതിൽ 3ാമത്തെ റൂമാണ്. ഇത് ഇനി നമ്മൾ 4ാമത്തെ റൂം. ഇത് 4ാമത്തെ റൂം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ റൂമുകളാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതാണ് ആ കോമൺ ബാത്റൂം. കോമൺ ബാത്റൂമിൻ്റെ പ്രത്യേകത ക്ലോസറ്റ് കാണുന്നു, പെട്ടെന്ന് ഒരു കാണാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ട് ചെയ്യാൻ ഇതാണ് ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈൽസൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള നമ്മൾ അടുക്കള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അത് ഗ്രാനൈറ്റ് ഉൾപ്പെടെയുള്ള കോസ്റ്റ്ലി ഐറ്റംസും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുക്കള വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ബേബി മെറ്റലിട്ട് ചളിയൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചുറ്റുമതിൽ വളരെ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് ചുറ്റുമതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നില്ല. ഇത് പിന്നെ ആ ചെറിയൊരു ഏരിയ പച്ചക്കറിയൊക്കെ നടുന്ന രീതിയിൽ. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നാണ്. മുറ്റം വളരെ വലിയ മുറ്റം, ഒരു 5-6 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലേക്കുള്ളൊരു മുറ്റമാണ്. ഹോം സ്റ്റേക്കൊക്കെ പറ്റിയതാണെന്ന് പറയാൻ കാരണം അമ്പലവയലിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് 2 സൈഡും എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഭംഗി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അത്രയും സുന്ദരമായിട്ട് കാഴ്ചയാണ്. ഇത് ഉച്ചയ്ക്കായതുകൊണ്ട് അത്ര വ്യൂ ഇല്ല എങ്കിലും. അപ്പോൾ മറക്കരുത്, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. ചുറ്റുമതിലും ഇൻ്റർലോക്കാണ്. ഇതാണ് വീട് ഒരുക്കി കൂടി. ഓക്കെ, താങ്ക് യു.